എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ദിവസവും ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നൊരു സെഷനാണ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സെഷനാണ്. കാരണം 10 ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുള്ളി കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാർച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് കുറേ കൂടെ എളുപ്പമാവുന്ന രീതിയിലാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 2500 രൂപ വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 2500 രൂപ വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. അടുത്തിടെ ചുമതലയേറ്റ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? അടുത്തിടെ ചുമതലയേറ്റ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ സന്ദർശനത്തിന് വേണ്ടി എത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പേരെന്ത്? ഇന്ത്യൻ സന്ദർശനത്തിന് വേണ്ടി എത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ്? നാലാമത്തെ ചോദ്യം. ഇതിനിടെയാണ് 5 ഈ വർഷത്തെ ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് എന്ന്. ഈ വർഷത്തെ ലോക വൃക്ക ദിനം എന്ന് പറയുന്നതിന് കാരണം എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ഇത് വൃക്ക ദിനമായിട്ട് ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം, മൻഹട്ടൻ ഫെഡറൽ ജില്ലാ കോടതി എവിടെയാണിത്? ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ മൻഹട്ടൻ ഫെഡറൽ ജില്ലാ കോടതിയിൽ ജഡ്ജായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? മൻഹട്ടൻ ഫെഡറൽ ജില്ലാ കോടതിയിൽ ജഡ്ജായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? ആറാമത്തെ ചോദ്യം. 7 വനിതാ ഫോക്ലോർ സമ്മേളനത്തിന് അന്തർദേശീയ വനിതാ ഫോക്ലോർ സമ്മേളനത്തിന് വേദിയായ നഗരമേത് എന്നാണ് ചോദ്യം. 8 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത്. 9 ഇന്ത്യയിലെ ആദ്യ ജീനോം ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുന്നത് എവിടെ? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ജീനോം ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? 10 ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ഏത് സ്റ്റേഡിയമാണ്? അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. കാരണം മുഴുവൻ മാർച്ചിലെ കറണ്ട് അഫയേഴ്സാണ്. ചില കുട്ടികൾ ഈ പറയുന്ന പോലെ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് നോക്കാത്തവരുണ്ടെന്നറിയില്ല. 6 മാർക്കാണ് ഇന്നത്തെ കട്ട് ഓഫ്. വളരെ ഈസി ചോദ്യങ്ങളാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 2500 രൂപ വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 2500 രൂപ വേതനം പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡാണ്. അടുത്തിടെ ചുമതലയേറ്റ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപാണ്. ഡോക്ടർ KM ദിലീപ്. 3 മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ വീടാണ്. മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ വീട്. ഇന്ത്യൻ സന്ദർശനത്തിന് വേണ്ടി എത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബേനിസ്. ഇന്ത്യൻ സന്ദർശനത്തിന് വേണ്ടി എത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ്? ആൻ്റണി അൽബേനിസ്. ഈ വർഷത്തെ ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്, ഞാൻ പറഞ്ഞു 2ാമത്തെ വ്യാഴമാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴമാണ് എന്ത്? ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ന് ഇപ്രാവശ്യം മാർച്ച് 9. മൻഹട്ടൻ ഫെഡറൽ ജില്ലാ കോടതിയിൽ ജഡ്ജായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ന്യൂയോർക്കിലെയാണ് മൻഹട്ടൻ ഫെഡറൽ ജില്ലാ കോടതി. അരുൺ സുബ്രഹ്മണ്യമാണ് ഇന്ത്യൻ വംശജൻ, ജഡ്ജായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. വനിതാ ഫോക്ലോർ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മുംബൈയാണ് വനിതാ ഫോക്ലോർ സമ്മേളനത്തിന് വേദിയായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് മാധവ് കൗശിക്. ഇന്ത്യയിലെ ആദ്യ ജീനോം ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട സ്റ്റേഡിയം. ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ഇത്രയാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കട്ട് ഓഫ് എത്രയാണ് പറഞ്ഞത്? 6 അല്ലേ? 6 ഔട്ട് ഓഫ് 10 ആണ് ഇന്നത്തെ കട്ട് ഓഫ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ, ടേക്ക് കെയർ.